അശോട്ടം മുറിക്കണം. അശോട്ടങ്ങൾ മുറിക്കാം. ഇതണ്ട നല്ല സാധനമാണ് നമ്മൾ നാടൻ വത്തക്ക കേട്ടോ. അശോട്ടം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാരൻ സുധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പുതിയ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ നാട്ടിലെ വയലിലാണത്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതാണ് നിങ്ങൾ തണ്ണിമത്തൻ, ഞങ്ങളുടെ നാട്ടിലെ വത്തക്ക. ഈ വത്തക്കൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബുവും ബാബുവിൻ്റെ ഭാര്യയും ബാബുവിൻ്റെ മക്കളൊക്കെ കൂടിയിട്ടാണ് ഈ വിളവെടുപ്പുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിലെ വത്തക്ക വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇവിടെ കുടയൊക്കെ ആയി. അപ്പോൾ ചാറ്റൽ മഴയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്തായാലും നിങ്ങൾ നമ്മൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ നാട്ടിലെ വത്തക്ക, നാടൻ വത്തക്ക. ഉണ്ടല്ലേ? ഇടല്ലേ? ഓക്കെ. അല്ല ഉണ്ടോ? പയറുണ്ട്. ഇത് നമ്മളെ നാട്ടിലെ പൊട്ടിക്കയാണ്. പൊട്ടിക്ക കൃഷിയുണ്ട്. മാത്രമല്ല കേട്ടോ, വെള്ളേരി കൃഷിയുണ്ട്. ഇതുണ്ടോ, കുറച്ച് വെള്ളേരി ഉണ്ട്. വെള്ളേരി ചീവയൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, നമ്മളെ വത്തക്ക എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടല്ലേ? നമ്മളെ വാർഡ് മെമ്പർ സജില CK സംസാരിക്കുന്നു. പറയൂ, എന്തൊക്കെയാണ് സജില ചേച്ചി വിശേഷം? വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ നല്ല വത്തക്ക വിളവെടുപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 24-ാം വാർഡിൽ ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു യുവ കർഷകനും കുടുംബവും കൃഷി ചെയ്യുന്നത് നമ്മുടെ പ്രദേശത്ത് ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു വത്തക്ക കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഒരുപാട് കൃഷികളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വത്തക്ക കൃഷി കൊണ്ട് നല്ല ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഈ ഒരു വത്തക്ക വാങ്ങിക്കൊണ്ടുപോയി നല്ല കളറുള്ള വത്തക്കയാണ്, നല്ല മധുരമുള്ള വത്തക്കയാണ്. അതുകൊണ്ട് എല്ലാവരും വാങ്ങി ഇതുപോലെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും നമ്മുടെ വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി ഓഫീസർ മുഴുവനും കൃഷി ഓഫീസറും അതിന്റെ ഭാഗമായി ഓഫീസും എല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ഇവർക്ക് വരുന്ന നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ട് പോകുന്നത്. ഇത് വത്തക്കയായിട്ട് ഒരാൾ വന്നിട്ട് കേട്ടോ. അതണ്ട, ഇതാ മക്കളെ വത്തക്ക, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ നമ്മുടെ നാടൻ വത്തക്ക അല്ലേ? അടിപൊളി കളറല്ലേ നോക്ക്, അടിപൊളി കളർ വത്തക്കണ്ട. ആ സുനി, നമസ്കാരമുണ്ട്. ഇല്ല, ഞാൻ കരിയാടില്ല. ഇതുവരെ ആരുടെ ഇങ്ങനെ വത്തക്ക ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷെ ബാബു ഇത് പറഞ്ഞിരുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി. തെളിച്ചു. കരിയാട് കൃഷി ഓഫീസർ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകണം. ഇവരൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്താ സാർ പേര്? ഫൗസിയ. എവിടെ സ്ഥലം? ഒളവിലല്ലേ? ഓക്കെ. ഇതെങ്ങനെയൊക്കെയാണ് കൃഷി? നമ്മളെ വത്തക്ക വിളവെടുപ്പിൻ്റെ കൃഷിയൊക്കെ എങ്ങനെയാണ് നടന്നത്? ഇത് സുരേഷ് ബാബു എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ചെയ്തൊരു കൃഷിയാണ് ഇവിടെ. വത്തക്ക 10 സെന്റോളം സ്ഥലത്ത് അവർ ചെയ്തതാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ. നമ്മുടെ കൃഷിഭവൻ തലത്തിൽ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ടി അവർക്കുള്ള സപ്പോർട്ടും സാങ്കേതികപരമായിട്ടുള്ള കീടരോഗ നിയന്ത്രണത്തെ പറ്റിയുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ കൃഷിഭവന് നൽകി വന്നിട്ടുണ്ട്. കൂടെ നമ്മൾ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ വിത്തും ഒക്കെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ഓക്കെ. അപ്പം നല്ല മഴയത്തായിപ്പോ അല്ലേ വിളവെടുപ്പ്? മഴയായിപ്പോയി. അപ്പോൾ ഓക്കെ, എന്തായാലും ഇനിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് കൃഷി പറ്റും. ഇതിലും വിപുലീകരിച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ. അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൃഷിഭവന്റെ ഭാഗത്ത് നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ബത്തക്ക ഇവിടെ നിന്ന് തന്നെ മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, അടിപൊളി ബത്തക്ക അല്ലേ? നമ്മൾ എത്ര കിലോ ഒരു വത്തക്ക ഉണ്ട് നമ്മൾ കാണിക്കാൻ പോണേ. ഇതുണ്ടോ കണ്ടത്ത് തന്നെ നമ്മളെ വയലിൽ തന്നെ തൂക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ചേട്ടാ അടക്കൂലേ? 3530 ഉണ്ട്. അശോട്ട മുറിക്കാണ്. അശോട്ട ഞങ്ങൾ മുറിക്കാം. ഇതണ്ട നല്ല സാധനമാണ് നമ്മൾ നാടൻ വത്തക്ക കേട്ടോ. അശോട്ട എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? 4 കിലോ വത്തക്ക. വെണ്ടക്ക കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. വെണ്ടക്ക അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ബാബുവിൻ്റെ ഫാമിലി. ഇത് നമ്മൾ പൊട്ടിക്ക പറിക്ക്. ഓക്കെ, റൈറ്റ്. അപ്പോൾ മോളെ എത്ര പഠിക്കുന്നത്? 10th. മോളും അത്ര സഹായിച്ചാ ഉണ്ടാ? വെള്ളം നനക്കലുണ്ട്. എത്ര പ്രാവശ്യം നനക്കും ഒരു ദിവസം? വൈകുന്നേരം ഇപ്പോൾ നടക്കും. ഇവൻ നടക്കലുണ്ടാ? സഹായിക്കുവാ? ഓക്കെ, ഗുഡ്. എന്നെ എല്ലാവർക്കും എൻ്റെ ആശംസ. റെഡി? കണ്ടോ, ഇവിടുന്ന് തന്നെ തൂക്കി. അങ്ങനെ പയറുണ്ടല്ലേ? പയറിൻ്റെ സെറ്റപ്പ് ഉണ്ട്. നല്ല പയർ, അടിപൊളി പയറാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാബുവിനെ കാണാൻ പോലോ. എന്നാ വാ. ശരി, എങ്ങനെയുണ്ട് നമ്മുടെ വത്തക്ക വിളവെടുപ്പ്? 100 മീനായി അല്ലേ? ഒരുപാട് വത്തക്ക കിട്ടി. അങ്ങനെ നമ്മളെ ചങ്ങായി ബാബുവിൻ്റെ വത്തക്ക വിളവെടുക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മളെ CM രാജാട്ടൻ നമ്മുടെ അടുത്ത്. ചേട്ടാ, ഇതെന്താ അല്ലേ വിളവെടുപ്പ്? അടിപൊളി വത്തക്ക നമ്മുടെ നാട്ടിലുണ്ടായല്ലേ? വളരെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ കുയ്യെല്ലാം ഞാനാ ചെയ്ത് കൊടുത്തത്. കുയ്യെല്ലാം ഇതെല്ലാം സഹായങ്ങൾ ഞാനാണ്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് നട്ട് കുറച്ച് നല്ല പടലുണ്ട്. അപ്പൊ ഒരു ദിവസം പന്നി കയറി കുറെ കടിച്ച് വലിച്ച് ഇതായി കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം ശരിക്കും നിരാശപ്പെട്ടിരുന്നു, ഇനി വിജയിക്കൂല എന്നല്ല. എന്നതിന് ശേഷം വീണ്ടും ഇതെല്ലാം പരമാവധി ഓനും എന്റെ ഭാര്യയും കുട്ടികളും എല്ലാം കൂടിയും വന്ന് ഇത് ദിവസം നല്ല എല്ലാ സമയത്തും വെള്ളം നിറക്കണ്ടേ കേട്ടോ? ഇത് വൈകുന്നേരം ഇത് ആദ്യം നമ്മൾ കുഴി എടുത്തതിന് ശേഷം എങ്ങനെയൊക്കെയാ പരിപാടി? വിത്ത് നട്ടതിന് ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം, അധികം വെള്ളം നനച്ചില്ല, കുറേശ്ശെ അത് പൊടിച്ചതായി. പിന്നെ ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് വളം കൊടുത്തു. എന്ത് വളമല്ല ചാണകം പിന്നെ കോഴിത്തീറ്റ ഇതെല്ലാം അങ്ങനത്തെ വളമാണ് ഈ വേണ്ടത്. ഇംഗ്ലീഷ് വളം വളരെ കുറയും. അങ്ങനെ ഇതായി കൊണ്ടുപോകാം ആണല്ലേ? എന്തായാലും വളരെ സന്തോഷം അല്ലേ? വളരെ സന്തോഷം. ഇത് നല്ലൊരു വിജയമല്ലേ? നല്ലൊരു വിജയം. കാരണം അത്രയും നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു വത്തക്ക ഇതിനെ കാണുന്നത്. അടുത്തതിലും ഉഷാറാക്കി ചെയ്യണം. പക്ഷേ ഇവനായ ആക്സിഡന്റ് ആയിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാബുവിനൊന്ന് കാണണം, വീട്ടിൽ പോയിരുന്ന് കാണണം അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ. ഈ പ്രതികൂല കാലാവസ്ഥയിലും അതിഗംഭീരമായ ഈ തണ്ണിമത്തൻ വിളവെടുപ്പ് വളരെ വിജയകരമായി പിന്നെ നടന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഈ പറഞ്ഞ
അകാലത്ത് പെയ്ത മഴ ലേശം ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഈ വിളവെടുപ്പിനെ വലിയ നിലക്ക് ബാധിക്കാതെ തന്നെ ഈ കൃഷി വിജയകരമായി സംഘടിപ്പിച്ച ബാബുവിനും അവന്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും. ബാബുവിനും കുടുംബത്തിനും നമുക്ക് ആശംസ അർപ്പിക്കാം. സന്തോഷം. വത്തക്ക വാങ്ങിയല്ലേ ഒന്നല്ലേ? അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മൾ ബാബുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കാരണം അവനൊരു ചെറിയ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപക്ഷെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ പതുക്കെ നമ്മൾ അവൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വല്ലാത്തൊരു പറ്റ ഇവരല്ലേ? ഇതെന്താ പറ്റിയേ? ആണോ? എൻ്റെ മോനെ, വല്ലാത്തൊരു സമയത്തായിപ്പോ അല്ലേ? നമ്മളെ വത്തക്കൻ്റെ വിളവെടുപ്പ് എടുക്കുന്നു, ഇനി അപ്പോഴത്തേക്ക് ആക്സിഡൻ്റ് ആവുന്നു. അപ്പൊ അങ്ങനെ റെഡിയാവും അല്ലേ? ഓ അവിടെ ഇരിക്കോ? ഓക്കെ റൈറ്റ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബത്തക്ക വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബാബുവിന് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ബാബു. അപ്പോൾ ബാബു, നമ്മുടെ ആക്സിഡന്റ് എങ്ങനെയാണ്? ആക്സിഡന്റ് ഞാൻ എന്റെ റോഡ് മേലേക്ക് പോകുന്ന ചെറിയ വഴിയാ. അപ്പൊ അവിടെ വണ്ടി തട്ടിയിട്ട് ഇങ്ങനെ കാലിലൊരു മുറി വന്നിട്ടുണ്ട്. അപ്പൊ അത് സ്വിച്ചിട്ടിട്ടാളെ അവിടെ പോണ്ട വീക്കം തീരെ നിലത്ത് വെക്കരുത്, നടക്കും വേദന ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വരാണ്ടിരുന്നത്. ഇത് കുറച്ച് മുന്നേ ഡേറ്റ് ഇവരെ കൃഷി ഓഫീസർമാരും പിന്നെ വാർഡ് കൗൺസിലർമാരും കുറച്ച് നാട്ടുകാരോടും പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഡേറ്റ് കണ്ടതാണ്. അത് മാറ്റി നടക്കട്ടെ. അപ്പൊ എന്റെ വലിയൊരു സ്വപ്നം അവിടെ പോയി അന്ന് ചെയ്യാന്നുള്ള ഒരു അഹങ്കാരം. അതല്ല, എന്താ പറയാ, നമുക്ക് നമ്മുടെ വലിയൊരു സ്വപ്നം നടക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ പറ്റും, നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനാണല്ലേ? ഒരു സന്തോഷം. നമ്മളവിടെ എത്തിയില്ല, പക്ഷെ നടക്കട്ടെ. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യവും നമുക്ക് അതിൽ പങ്കെടുക്കാലോ. പിന്നെ നമ്മളെ ഇതെങ്ങനെ മനസ്സിലൊരു പ്ലാനിങ് തുടങ്ങിയ ഒരു ബത്തക്ക വിളവെടുപ്പ്? ഇവിടെ സ്വതവേ നമ്മള് ഈ വയലില് ആദ്യം നെല്ല് കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്ത് നമുക്ക് നമ്മള് പയറ്, ചെറുപയറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർന്ന് അതെല്ലാം എല്ലാവരും ചെയ്യല്. ഈ ബത്തക്ക അങ്ങനെ ആരും ചെയ്യില്ല. പച്ചക്കറി പണ്ട് ചെയ്യലുണ്ട്. വെള്ളരി ചെയ്യല്. വെള്ളരി ഒരുപാട് ആൾക്കാരുടെ വെള്ളരി. അത് നമ്മുടെ പ്രത്യേകത. ഈ വയല് കംപ്ലീറ്റ് വെള്ളരി കൂട്ടായ്മ സമയമില്ല. അതില്ല, എല്ലാവരും സമയമില്ല. അന്നത്തെ ഒരു കൂട്ടായ്മ ഭയങ്കര കൂട്ടായ്മയായിരുന്നു. കാരണം ഒരു പ്രദേശത്തിൽ മുഴുവൻ ആളും പങ്കെടുത്ത് നമ്മളെ വയലുകളിൽ കംപ്ലീറ്റ് വെള്ളേരിയും ആൾക്കാരുണ്ടാവും. പണ്ടത്തെ നമ്മളെ വെള്ളേരി നാടകങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളേരിക്ക് കാവ് നിൽക്കും, എന്നിട്ട് അതിനെ വന്ന് നാടകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വയലിൽ നമ്മുടെ പ്രദേശത്തിന്റെ വലിയ വയലുകളൊക്കെ പണ്ടത്തെ എന്റെ എല്ലാം ചെറുപ്പത്തിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു വയലിൽ. അപ്പൊ അങ്ങനെ എനിക്ക് മുന്നേ ഒരു താല്പര്യമുണ്ട്. കൃഷി ഇത് കണ്ടൊരു പരിചയമുണ്ട്. മുന്നേ നമ്മളെ അച്ചാച്ചനും എല്ലാ മാമന്മാരെല്ലാം കൃഷിക്കാരാണ്. എല്ലാവരും കൃഷിക്കാർ നമുക്കറിയാം. ഞാൻ നിർമ്മാണ മേഖലയിൽ. അതെ. അതായത് ബാബു പിന്നെ തേപ്പിന്റെ പണിക്ക് പോയതിനു ശേഷമാണ് ഈ കൃഷിയിൽ ഏർപ്പെട്ട് ഇങ്ങനെ വത്തക്ക പിന്നെ വിളവെടുപ്പ് നടത്താനുള്ള സെറ്റപ്പ് ആക്കിയത് അല്ലേ? അപ്പൊ നമ്മളിപ്പം പോയപ്പോ ഇപ്പൊ കൃഷി ഓഫീസറിൽ പോയിട്ട് അവരെങ്ങനെയായിരുന്നു നമുക്ക് നിർദ്ദേശം? അപ്പൊ ഞാൻ ഈ ബത്തക്കനെ പറ്റി പറഞ്ഞപ്പോ അവര് ഒരു നല്ല സമീപനം എനിക്ക് ഇത് പറഞ്ഞു തന്നു. ഇതിന്റെ പോരായ്മകള് പരിഹരിച്ചു തന്നു. അപ്പൊ എങ്ങനെയല്ല ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ട് പരീക്ഷ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തത്. പക്ഷെ അത് നല്ല വിജയം, നല്ല കായ് കിട്ടി, നല്ല വലിപ്പത്തിൽ തന്നെ സാധനം കിട്ടി. നമ്മള് മറ്റു ചായ ഒന്നും ഉപയോഗിച്ചില്ല. മറ്റേ കീടനാശിനികൾ എന്തെല്ലാം വളം ഉപയോഗിച്ചില്ല? മെയിനായിട്ട് ചാണകപ്പൊടി, കോഴിക്കാഷ്ടോ, പിന്നെ പിണ്ണാക്ക്, അതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു മറ്റുള്ള വളങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ ഇതിങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഇത് നമുക്ക് തന്നെ ഉപയോഗിക്കാം. ഇതൊരു വലിയൊരു വിവരമായിട്ടൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇത് നല്ലൊരു സാധനം ജനങ്ങൾക്ക്, അഥവാ കിട്ടിയ ജനങ്ങൾക്ക് കൊടുക്കുക. അത് വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം എല്ലാരും കൂടി എനിക്കൊരു 5-2 കിലോ, എനിക്കൊരു 3 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അത് എല്ലാവരും ഒരു പിടിവലി പോലെ അത് പെട്ടെന്ന് നമുക്കൊന്നും മാറ്റി വെക്കാൻ കിട്ടിയില്ല. അതാണ് അന്നേരം തന്നെ എല്ലാവർക്കും ഉണ്ടായി. അപ്പൊ അത് വാങ്ങാൻ വന്ന നാട്ടുകാർക്കാണ് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത്. അവര് വന്ന് എല്ലാവരും വന്ന് ചേറയും വന്നു, സജിലേച്ച് വന്നു. അപ്പൊ നാട്ടിലെല്ലാവർക്കും നമ്മൾ നന്ദി പറയണല്ലേ? തീർച്ചയായിട്ടും. വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും നമ്മളെ കുടുംബത്തിന്റെ നന്ദി പറയുന്നല്ലേ. എന്തായാലും ഇനിയും ഒരുപാട് കൃഷി ഉണ്ടാകട്ടെ ബാബു. ഇനിയും കുടുംബത്തോടൊപ്പം തന്നെ ചേർന്നിട്ട് കൃഷി ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും തരുന്നു. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതുണ്ടോ നമ്മുടെ നാട്ടിലെ പൊട്ടിക്ക, പയറ്, അങ്ങനെ വത്തക്ക, അങ്ങനെ നമ്മുടെ വെള്ളേരി,
എല്ലാ കൃഷിയും നമ്മളെ നാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബുവിൻ്റെ ഫാമിലിയും നടത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. അതിന് സപ്പോർട്ട് നിന്ന നമ്മുടെ കരിയാട് കൃഷി ഓഫീസർക്കും അതുപോലെ തന്നെ വാർഡ് മെമ്പർക്കും നമ്മുടെ നാട്ടിലെ അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും ബൈ ബൈ.